നമ്മൾ ഈമാനോടുകൂടി വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണെന്ന്. എൻ്റെ ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അൽഹംദുലില്ലാ, എനിക്ക് ഇത്രയും നേരം നിങ്ങളുടെ മുമ്പിൽ വഅദ് പറയാൻ കഴിയുമെന്ന് എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ ഇത്രയും ജീവിതത്തിൽ എത്രയോ വഅദ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വഅദ് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയ ഒരു നിമിഷം. ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് പയ്യന്നൂരിൽ സ്ഥലത്ത് വഅദിന് വേണ്ടി വന്നു. വഅദിന് സ്റ്റേജിൽ കയറുന്നതിന്റെ തൊട്ട് മുമ്പാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അറ്റാക്ക് വന്നു മരിച്ചു എന്ന വാർത്ത ഞാൻ കേട്ടത്. എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ സംഘാടകർ ഉൾപ്പെടെ പറഞ്ഞു, ഉസ്താദിനെ വീട്ടിൽ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വഅദ് പറഞ്ഞിട്ടേ പോകൂ. അന്ന് പയ്യന്നൂര് വെച്ച് വഅദ് പറഞ്ഞു. അൽഹംദുലില്ലാ, ദുആയും ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. മറക്കാൻ കഴിയാത്ത ഒരു ദിവസം, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അള്ളാഹു ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എൻ്റെ ഇക്കാടെ ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത രണ്ടാമത്തെ ദിവസം ഇന്നാണ്. ഇന്നും കണ്ണൂർ ജില്ലയിൽ തന്നെ ഞാൻ വഅദിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിൻ്റെ തൊട്ടുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത കേട്ടിട്ടാണ് ഞാൻ ഇന്ന് വഅദിന് കയറിയേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാ, എൻ്റെ ഉമ്മയ്ക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ മരിച്ചു